നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ US മാർക്കറ്റ് എസ്പെഷ്യലി ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ റെഡിലാണ് അടിച്ചിരുന്നത്. ഫേസ്ബുക്കും ഇൻസ്റ്റയിലെല്ലാം തന്നെ രാത്രി ക്രാഷ് ആയതിനെ തുടർന്ന് US വിക്സ് 90% സ്പൈക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായ രീതിയിൽ US മാർക്കറ്റ് റെഡിലടിച്ചു. ആ ഒരു ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിലുണ്ടായിരുന്നു. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. നിഫ്റ്റി ഫ്ലാറ്റ് ആയിരുന്നു. നിഫ്റ്റി IT കമ്പനീസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി ലോവറിൽ ഓപ്പൺ ചെയ്തു. നിഫ്റ്റി റെഡിലാണ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലുള്ളൊരു ചെറുത്തുനിൽപ്പ് നടത്തി. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു മുകളിലേക്കൊരു ശക്തമായൊരു കുതിപ്പ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെ നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തി. ഇന്ന് ഇൻട്രാഡേ ലോയിൽ നിന്ന് നിഫ്റ്റി ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ അടുത്ത് അതിശക്തമായൊരു റാലി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയേക്കാൾ ഏറെ വളരെ ശക്തമായിട്ടുള്ള ഒരു റാലിക്ക് കാരണം ആക്കിയത്. HDFC ബാങ്കെല്ലാം തന്നെ അതിൻ്റെ ലോയിൽ നിന്ന് പതിയെ ഒരു ബൈയിങ് കണ്ടതിനെ തുടർന്നാണ് ബാങ്ക് നിഫ്റ്റി ശക്തമായ രീതിയിൽ ഇന്ന് റാലി രേഖപ്പെടുത്താൻ സാധിച്ചത്. നിഫ്റ്റിയുടെ നമുക്ക് ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ഇന്ന് ബുധനാഴ്ചയിലെ 15 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഒരു ചാർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇന്ന് ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പം നിഫ്റ്റി തിങ്കളാഴ്ചയിലെ ഒരു ഹൈ ആയിട്ടുള്ള 22,450 എന്ന റേഞ്ച് തിങ്കളാഴ്ച, അതായത് വീക്കിലി ഹൈ ബ്രേക്ക് രേഖപ്പെടുത്തിയെങ്കിലും കൂടിയും നിഫ്റ്റി ഈ ഒരു ആഴ്ചയിലെ ലോ ഇന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസം നിഫ്റ്റിയുടെ വീക്കിലി ലോയും നിഫ്റ്റി ഏറ്റവും ലോവസ്റ്റ് ലോ ഇന്ന് നിഫ്റ്റി ടച്ച് ചെയ്തു. അതുപോലെ തന്നെ നിഫ്റ്റി ഈ ഒരു വീക്കിലെ ഹൈയും ബ്രേക്ക് ചെയ്ത് 22,480 ക്ലോസിംഗ് നടത്തി. നിഫ്റ്റി 117 പോയിൻറ്റ്, സെൻസെക്സ് 400 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 384 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി 500 പോയിൻറ്റിൻ്റെ റാലിക്ക് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എന്നാൽ നിഫ്റ്റി ബഹുദൂരം അതിവേഗം മുന്നോട്ട് പോയ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത്. ഇന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നടന്നിട്ടുള്ള ഒരു ആക്ഷനാണെന്ന് ഈ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കി കാണാൻ സാധിക്കും. കാരണം NSEയിൽ 419 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് രേഖപ്പെടുത്താൻ സാധിച്ചത്. 1790 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് നിഫ്റ്റി മുകളിലേക്ക് പോയെങ്കിൽ കൂടിയും നമ്മളുടെ എല്ലാ ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ പച്ച കത്താനുള്ള സാധ്യതയില്ല. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നടന്നിട്ടുള്ള ആക്ഷൻ മാത്രമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ബജാജ് ഓട്ടോ. അവരുടെ ഷെയർ ബൈബാക്ക് ഉണ്ട്, 3% റാലി. കൊടാക് മഹീന്ദ്ര 2%, ആക്സിസ് ബാങ്ക് 2%, എയർടെൽ 2%, SBI ലൈഫ് 1.5% റാലി രേഖപ്പെടുത്തിയപ്പോൾ അദാനി എൻ്റർപ്രൈസസ്, അൾട്രാടെക് സിമെൻറ്റ്, NTPC, ONGC, BPCL തുടങ്ങിയ കമ്പനീസ് 1 മുതൽ 2.5% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ ഒരാഴ്ച ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഉള്ളത് കോഴിക്കോട് വെച്ചാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് ഈ ഒരു ട്രേഡിംഗ് പഠിക്കാം. തുടർന്ന് 6 മാസം നിങ്ങൾ എന്ത് സംശയവും നമ്മൾ ഇൻസ്ട്രക്ടറെ വിളിച്ച് ചോദിച്ച് സംശയ നിവാരണം നടത്താനുള്ളൊരു അവസരമുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ട് IIFL ഫിനാൻസ് ആണ്. ഇന്നും IIFL ഫിനാൻസ് ലോവർ സർക്യൂട്ട്, ഇന്നലെയും ലോവർ സർക്യൂട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് IIFL ഫിനാൻസിന് ഫയർഫാക്സിൻ്റെ ഭാഗത്തു നിന്ന് $200 മില്യൺ ഒരു ലിക്വിഡിറ്റി സപ്പോർട്ട് കിട്ടുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. L&T മൈൻട്രി കമ്പനി IT കമ്പനിയാണ്. സൗദി അരാംകോയുടെ IT വിങ് ഈ ഒരു L&T മൈൻട്രിയും തമ്മിൽ $12 മില്യൺ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. മഹാനഗർ ഗ്യാസ് കമ്പനി ഇന്ന് ശക്തമായ ഒരു ഫോൾ ഉണ്ടാക്കി. സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ബ്രോക്കറിംഗ് സ്ഥാപനം ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. JM ഫിനാൻസ് കമ്പനി കഴിഞ്ഞ ദിവസം RBI റെസ്ട്രിക്ഷൻ കൊടുത്തതിനെ തുടർന്ന് നമ്മൾ ഇന്ന് 10% ഡ്യൂ രേഖപ്പെടുത്തി. ഇതെല്ലാ ന്യൂസുകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്രീ മാർക്കറ്റിലും പ്രോസ് മാർക്കറ്റിലെല്ലാം തന്നെ അതേ സമയം തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇന്നും ഈ GM ഫിനാൻസ് 10% ഫോൾ ഉണ്ടായി. 20% അടുത്ത് ഫോൾ ഉണ്ടായതിനു ശേഷം റിക്കവറി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. SBI അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നു. 7 ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് കമ്പനി ആദ്യമായിട്ട് ഇന്നാണ് കൈവരിച്ചിട്ടുള്ളതെന്നുള്ള മികച്ച നേട്ടം. FMCG കമ്പനിയിൽ എസ്പെഷ്യലി ITC, പ്രതാപ് സ്നാക്സ് തുടങ്ങിയ കമ്പനീസിൽ ഈ ഒരു GST ഇൻ്റലിജൻസ് ഒരു റൈഡ് നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. സമ്പന്നന മതേശൻ സുമി 4% പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്ത ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റോക്ക് നേടിഞ്ഞു. സൊമാറ്റോവും അതുപോലെ തന്നെ 3000 കോടി രൂപയുടെ ഒരു ബൾക്ക് സെല്ല് നടന്നു, സ്റ്റോക്ക് നേടിഞ്ഞു. അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ബജാജ് ഓട്ടോ ഷെയർ ബൈബാക്ക്
വെനസ്ഡേ ആണ് തുടങ്ങുന്നത്. ഇൻഫോസിസ് ഇൻ്റർനാഷണൽ ടെന്നീസ് പേഴ്സൺസായിട്ട് അവരുടെ നിലവിലുണ്ടായിരുന്ന അവരുടെ കോൺട്രാക്റ്റ് തുടർന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് കമ്പനി അറിയിച്ചു. ആസാദ് എഞ്ചിനീയറിംഗ് കമ്പനി ഇറ്റലിയിൽ നിന്ന് അവർക്കൊരു ഓർഡർ കിട്ടി. ജയകുമാർ ഇൻഫ്ര കമ്പനി 912 കോടി രൂപയുടെ ഓർഡർ സിഡ്കോയുടെ ഭാഗത്ത് നിന്ന് കിട്ടി. HAL കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 500 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കൂടാതെ തന്നെ HAL കൈമാറിയ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇനാഗ്രേഷനും നടന്നിരുന്നു. സുബെക്സ് കമ്പനി സൗത്ത് ഏഷ്യയുടെ ഭാഗത്തു നിന്ന് $2 മില്യൺ ഓർഡർ കിട്ടി. എക്സൈഡ് ഇൻഡസ്ട്രീസ് ബാറ്ററി നിർമ്മാതാക്കളാണ്. ക്ലോറൈഡ് മെറ്റൽസിൽ 70 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തി. LIC കമ്പനി ഇവിടെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. LIC നമുക്കറിയാവുന്ന LIC ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററാണ് LIC. നമ്മളുടെ ഫണ്ട് എല്ലാം തന്നെ LIC ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ജുപ്പിറ്റർ വാഗൺ കമ്പനി 957 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഈ ജുപ്പിറ്റർ വാഗൺ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇനി നമുക്ക് നാളത്തെ കാര്യം നോക്കാം. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയാണ് ശിവരാത്രി പ്രമാണിച്ച്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെയും വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പോട്ട് 22,450. നിഫ്റ്റിയുടെ ചാർട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് വെർബലി പറയുമ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ നിങ്ങൾ മുമ്പിൽ ഈ ചാർട്ട് ഉണ്ടല്ലോ 22,450 സ്പോട്ട് സപ്പോർട്ട് സോണാണ്. ആ ഒരു ഗ്രീൻ ബാർ കാണുന്നത് 22,300, 22,000, 21,000 മേജർ സപ്പോർട്ട് സോൺ. റെസിസ്റ്റൻസ് സോൺ 22,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ. PCR 1.1 ആയ രീതിയിലാണുള്ളത്. പുട്ടാണ് കൂടുതൽ ഷോർട്ടിങ് നടന്നിട്ടുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഏറ്റവും താഴെ ഇന്ത്യ വിക്സ് ഇന്നിടിഞ്ഞു 14.29. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. FTSE UK മാർക്കറ്റ് ഗ്രീനാണ്. CAC 40 ഫ്രാൻസ് ഗ്രീനാണ്. ഡാക്സ് ജർമ്മൻ ഗ്രീനാണ്. ബിറ്റ്കോയിൻ ശക്തമായൊരു റാലിക്ക് ശേഷം 65,484 നിൽക്കുന്നു. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് ഗ്രീനാണ്. കൊറിയ അങ്ങനെയുള്ള ചൈന ഓസ്ട്രേലിയയിലും തന്നെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ബ്രന്റ് ഓയിൽ 82.54 പെർ ബാരൽ. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82 രൂപ 94 പൈസ. ഗോൾഡ് കത്തിക്കയറുകയാണ്. $2,133 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള ഇപ്പോൾ ഗ്ലോബൽ ന്യൂസുകൾ, ഗ്ലോബൽ വാർത്തകൾ. ഇനി നാളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാർക്കറ്റ് വീണ്ടും വോളറ്റിലിറ്റി ഉണ്ടാകും. എനിവേ ഇപ്പോൾ കണ്ട പ്രതിഭാസം ബിറ്റ്കോയിൻ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് ബിറ്റ്കോയിൻ നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു ആഹ്ലാദം പകരുന്ന ഒരു സംഗതിയാണ്. എനിവേ നാളെ രാവിലെ ഏതൊക്കെ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.